ആനി പ്രേമേട്ടാ എത്തിയോ? എത്താൻ ഞാൻ ദൂരം നിന്ന് വരുമ്പോ തന്നെ ഈ ബിരിയാണിയുടെ മണം ഇങ്ങനെ അടിച്ചിട്ടേ ആ എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കിയോ? പിന്നെ അതല്ല പ്രേമേട്ടാ തന്നെയാണോ പോന്നേ? അയ്യോ ചേച്ചിയും കൊച്ചും എന്തേ കൊണ്ടുവന്നില്ലായോ? ബിരിയാണിയുടെ ആ ഒരു ഇതിൽ ഞാൻ അത് ഫാമിലിയെ തന്നെ മറന്നു. നിഷ വാ, ഇത് ആനിയുടെ അടുക്കള. നമസ്തേ ഉണ്ട് കേട്ടോ. മോള് പേരെന്നാ മക്കളെ? ജിമീമ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്ന കൊച്ച്? ഫസ്റ്റിലോ? ഏത് സ്കൂളിലാ ചേച്ചി പോകുന്ന മോള്? ജ്യോതി സെൻട്രൽ സ്കൂൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ. കഴക്കൂട്ടത്ത് തന്നെയാണ്, വീടിന്റെ തൊട്ടടുത്താ. ഓ അത് ശരി. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് പോയേച്ചാ മതിയേ. തൊട്ടടുത്താണെങ്കിൽ രാവിലെ ഏറ്റവും ലാസ്റ്റ് പോകുന്ന കുട്ടി ഇതാണ്. എളുപ്പമല്ലേ കൊച്ചിനാണെങ്കിൽ മനസ്സമാധാനത്തിൽ കിടന്നു ഉറങ്ങാനെങ്കിലും ഒക്കെ. ഉറക്കമാണ് രാവിലെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ആയിരിക്കും എണീക്കുന്നത് സ്കൂളിൽ പോകുന്നത്. പോരെ അതെന്നാ ഭാഗ്യം വന്നറിയോ? അതേണ്ട കിടക്കുന്നു പിള്ളേരൊക്കെ കാലത്തെ അങ്ങോട്ട് എണീച്ചൊരു പോക്കാ. പിന്നെ രാത്രി എന്നാ പറയാ സന്ധ്യ കഴിയുമല്ലേ ട്യൂഷനൊക്കെ കഴിഞ്ഞു പിള്ളേർ. ഞാൻ ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞില്ല, എന്റെ കൊച്ചങ്ങളുടെ കാര്യം ആകെ പിള്ളേരുടെ കാര്യമൊക്കെ പറയാം. ഇച്ചിരി കൊച്ചുമുണ്ട് പ്രേമേട്ടാ സത്യം. ഇപ്പൊ കളിച്ചു നടക്കുന്ന ട്യൂഷനൊന്നും വിടുന്നു. ഓ ശരി പ്രേമേട്ടാ, നമുക്ക് ഇവിടെ ഇരുന്ന് വർത്താൻ പറഞ്ഞാൽ ഒക്കത്തില്ലേ? നമുക്ക് ഇരുന്ന് വേണ്ട എല്ലാം വിശദമായി ചോദിക്കാം. കുഞ്ഞിനോട് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കുറേ സംസാരിക്കാനുണ്ട്, കുറേ കാലമായി ഒത്തിരി ഉണ്ട്. പ്രേമേട്ടാ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പുതുക്കോട്ടയിലെ പുതുമണവാളല്ലേ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഫിലിം, നമ്മൾ ഒരുമിച്ച് ചെയ്ത ഫിലിം അല്ലേ? അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2-3 ഫംഗ്ഷൻ കഴിഞ്ഞേച്ച് പിന്നെ എൻ്റെ ഈ ഷോയിലാണ് കാണുന്നല്ലേ? അല്ല ആനയെ കാണാനേ കിട്ടുന്നില്ല, അതാണ്. അതെന്നാ ഇപ്പൊ നമ്മൾ ഈ ഷോ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അതെന്നാന്നറിയോ പ്രേമേട്ടാ? ഫസ്റ്റ് പ്രിഫറൻസ് ഫാമിലി, അത് കഴിഞ്ഞിട്ടേ എനിക്ക് ബാക്കി എന്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ കൂട്ട് സിനിമയെ തള്ളി പറയൊന്നുമില്ല കേട്ടോ. എന്റെ ഇന്നത്തെ അന്നവും അത് മാത്രമേ ഉള്ളൂ പ്രേമേട്ടാ. സിനിമയിൽ നിന്നാണ് ഒരു ജീവിതം. സത്യം പ്രേമേട്ടാ. ഇപ്പൊ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ഈ എന്നാ പറയുന്നത് പ്രേമേട്ടന്റെ കലാജീവിതത്തില് അധ്യാപകരും സുഹൃത്തുക്കളും ഒക്കെ ഇഷ്ടം പോലെ സപ്പോർട്ട് തന്നിട്ടുണ്ട് അല്ലേ? പ്രോത്സാഹനം ഒത്തിരി തന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എനിക്ക് ഒരുപാട് നല്ല ഗുരുനാഥന്മാരെ കിട്ടി എന്നുള്ളതാണ്. അധ്യാപകരെ കുറിച്ച് ചോദിച്ചില്ലേ? അതെ. അത് ഞാൻ 1ാം ക്ലാസ്സിൽ ഞാൻ ആദ്യം പഠിക്കുന്നത് ഒരു സർക്കാർ സ്കൂളിലാണ്, ഗവൺമെൻറ് സ്കൂളിലാണ്, കഴക്കൂട്ടം അവിടെയുള്ള. അപ്പോൾ ഒരു സർക്കാർ സ്കൂളെ കുറിച്ച് അറിയാമോ? എനിക്കൊക്കെ അതറിയാമെന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം എല്ലാ പ്രാരാബ്ദങ്ങളും പരിമിതികളുമുള്ള ഒരു സർക്കാർ സ്കൂള്. അവിടെയാണ് ഞാൻ ആദ്യം അക്ഷരത്തിൻ്റെ ഹരിശ്രീ കുറിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഒരു വള്ളിയമ്മ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് സ്ലേറ്റിലാണ് മാർക്കൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ 100-ന് 90 95 ഇട്ടാലും ഞാൻ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കരയും. അത്യാഗ്രഹമാണ്. പക്ഷേ ടീച്ചർ ഉടനെ ഇതിനെ അഴിച്ചു കളഞ്ഞിട്ട് 100-ൽ 100 ഇടും. ഏത് കുട്ടികൾ കരഞ്ഞാലും ടീച്ചർ 100 ഇട്ട് കൊടുക്കുക. അതപ്പോൾ ടീച്ചറിന് ഈ മാർക്കിലൊന്നും അല്ലെങ്കിൽ റാങ്കിലൊന്നും അല്ല വലിയ കാര്യം, ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊന്നും അല്ല എന്നൊക്കെ ടീച്ചറിന് അറിയാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ആയിരിക്കും, അറിഞ്ഞുകൂടായിരിക്കും, അറിയാതിരിക്കും. പക്ഷേ ആ ടീച്ചറിനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കരയുമ്പോൾ ടീച്ചർ നമ്മളെ വാരി എടുത്തിട്ടൊക്കെയാണ് പറയുന്നത്, എത്ര മാർക്ക് വേണം നിനക്ക് എന്നൊക്കെ ചോദിച്ചിട്ട്. അത്ര സ്നേഹമുള്ള വള്ളിയമ്മ ടീച്ചർ. അതുപോലെ ഒരുപാട് അധ്യാപകർ അങ്ങനെ സ്കൂളിൽ ഈ സ്നേഹം കൊണ്ട് നമ്മളെങ്ങനെ, അതുപോലെ ചെറുതായിട്ടൊക്കെ ശിക്ഷിക്കുമ്പോൾ പോലും അത് നമുക്കൊരു ശിക്ഷയാണെന്ന് തോന്നിപ്പിക്കുകയും ഉപദേശിക്കുകയും നമ്മളെ വാത്സല്യത്തോടെ നമ്മളെ ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകർ. അതുപോലെ ഈ പഠിക്കാൻ മോശമായ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുകയും എന്നാൽ പഠിക്കാൻ നല്ല മിടുക്കരായ കുട്ടികളെ കൂടുതൽ ശാസിക്കുകയും ചെയ്യും. അത് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു എന്താ പറയുക, കുട്ടികളുടെ കൂടെ നിന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പറയാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു വലിയ സൗഹൃദത്തിൻ്റെ ഒരു ഇതായിരുന്നു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ. പിന്നീട് ഇങ്ങോട്ട് കണ്ടിട്ടുള്ള ഒരുപാട് അധ്യാപകർ. സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ കണിയാപുരം മുസ്ലിം സ്കൂളിൽ ഹൈസ്കൂൾ അവിടുത്തെ കുറേ അധ്യാപകർ, ഒന്നും മറക്കാൻ പറ്റാത്ത അധ്യാപകരുണ്ട്. അതുപോലെ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പഠിക്കുമ്പോൾ മധുസൂദനൻ നായർ സാർ, ഇന്നത്തെ പ്രിയപ്പെട്ട കവി. ഇന്ന് അദ്ദേഹം കവിതകളൊക്കെ എഴുതി തുടങ്ങുന്നേ ഉള്ളൂ. അഗസ്ത്യ ഹൃദയവും നാറാണത്ത് ഭ്രാന്തനും ഒക്കെ പിന്നീട് എഴുതി മലയാളികളെ കവിതയിലേക്ക് കൂടുതൽ അടുപ്പിച്ച മഹാകവി. അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അധ്യാപകരെ കുറിച്ച് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെമ്പഴന്തി എസ് എൻ കോളേജിൽ ഡിഗ്രിക്ക് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു കിളിമാനൂർ രമാകാന്തൻ നായർ സാർ എന്ന് പറഞ്ഞിട്ട്, കിളിമാനൂർ രമാകാന്തൻ സാർ, അദ്ദേഹവും മലയാള അധ്യാപകനാണ്. അദ്ദേഹം മഹാകവിയാണ്, വലിയ കവിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയപ്പോൾ അവിടെ ജി ശങ്കരപ്പിള്ള സാർ എന്ന് പറയുന്ന മലയാള നാടകത്തിൻ്റെ ഏറ്റവും വലിയ ആചാര്യൻ അദ്ദേഹം, അതുപോലെ വൈലാവസവും പിള്ള സാറ്, പി കെ വേണുക്കുട്ടൻ നായർ സാർ, ഒരു നമ്പ്യാർ സാറ്, നമ്പൂതിരി സാറ്, പി ബാലേന്ദ്രൻ സാർ, ഇന്നത്തെ നമ്മുടെ നടനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെ ആയ പി ബാല, അദ്ദേഹം എൻ്റെ അധ്യാപകനാണ് അവിടുത്തെ.
അന്ന് നരേന്ദ്രപ്രസാദ് സാർ നമ്മുടെ നടൻ, അദ്ദേഹം ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ടൊക്കെ ഇവിടെ വരും പഠിപ്പിക്കാൻ. അങ്ങനെ ഒരുപാട് ഈ ഒരു മഹാരഥന്മാരായ അധ്യാപകർ, അല്ലാത്ത അധ്യാപകരൊക്കെ ആയിട്ടുള്ള, ഇങ്ങനെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു വലിയ ഗുരുനാഥന്മാരുടെ ഒരു വലിയ പ്രോത്സാഹനവും സ്നേഹവും കിട്ടിയതാണ് ശരിക്കും അവരുടെ അനുഗ്രഹവും. അത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട്, എൻ്റെ ഒരു വലിയ നിധിയായിട്ട് ഞാൻ കരുതുന്നതാണ്. ശരിക്കും ഈ പഠിത്ത കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പ്രേമയുടെ സൈക്കോളജി അല്ലേ മെയിനായിട്ട് എടുത്തത്. ഇത്രയും പഠിച്ച് എല്ലാം സൈക്കോളജിയൊക്കെ മെയിനായിട്ട് എടുത്ത് ഡിഗ്രി എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ കലാരംഗത്തോട്ട് എങ്ങനെ? അല്ല, ഞാൻ പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ കോളേജിലുമൊക്കെ വരുമ്പോഴും ഇങ്ങനെ അമച്വർ നാടക മത്സരങ്ങളിലൊക്കെ അഭിനയിക്കുക, നാടക മത്സരത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുക, അത് കോളേജ് ജീവിതത്തിലൊന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ നാടകത്തെക്കുറിച്ചൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BTA ഡിഗ്രി കോഴ്സിന് ചേർന്നത്. അത് ശരിക്കും അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ നാടകത്തിൻ്റെയൊക്കെ വേറൊരു മുഖം, ലോക നാടകവേദി എന്ന് പറഞ്ഞൊരു വിശാലമായ സംഭവം ഉണ്ടെന്നും അവിടെ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഈ നാടകത്തിൻ്റെ രീതിയിലൊക്കെ അതിൻ്റെ രംഗത്ത് നടക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളൊരു വലിയ ഒരു ലോകം തുറന്നു കിട്ടുന്നത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 ടെലിഫിലിമൊക്കെ ദൂരദർശനിലൊക്കെ അഭിനയിക്കാനൊക്കെ പറ്റി. പിന്നെ നടനായിട്ട് ഞാൻ പോലും അറിയാതെ അങ്ങ് മാറി, ഒരു ജോലി എന്നുള്ള ഒരു സംഭവമൊക്കെ മാറിയിട്ട് പിന്നെ അങ്ങ് അപ്പോൾ 1-2 ടെലിഫിലിമൊക്കെ വന്നു. ലെംബോ എന്നൊക്കെ അതെന്നും നമ്മുടെ പ്രേക്ഷകർ മറക്കാത്ത ഒരു ക്യാരക്ടറാണ്. നമ്പീശൻ സാർ ഡയറക്റ്റ് ചെയ്തതാണ്, ദൂരദർശൻ പ്രൊഡക്ഷനാണ്. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് അതിനന്ന് ബെസ്റ്റ് ആക്ടർ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡൊക്കെ കിട്ടി. അങ്ങനെ സിനിമയിലേക്കൊക്കെ ചില അവസരങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ, അതായത് ആദ്യം സൈക്കോളജി പഠിച്ചു, അത് കഴിഞ്ഞ് നാടകത്തിൽ വന്നു, അത് കഴിഞ്ഞ് ദൂരദർശനിൽ. സൈക്കോളജിയൊക്കെ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു എന്നല്ലോ, ജയിക്കാൻ വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും ആവണമല്ലോ എന്ന് വിചാരിച്ചു. അല്ലാതെ സൈക്കോളജിയിൽ അങ്ങനെ മാസ്റ്റർ ആയി മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ സൈക്കോളജിക്കലായിട്ടുള്ള കുറേ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് വായിക്കാറുണ്ട്. കാര്യം അത് ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത്. അന്ന് ജയിക്കാൻ വേണ്ടി ഒരു ഡിഗ്രി കിട്ടാൻ വേണ്ടി ഡിഗ്രിക്ക് വേണ്ടി മാത്രം. അതുപോലെയാണോ മോളെ പ്രോത്സാഹിപ്പിക്കുന്നത്? അല്ലല്ലേ? ഇല്ല, മോളെ ഞാനൊക്കെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരു സ്ട്രെസ് ഞാൻ കൊടുക്കാറില്ല. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവൾ അവൾ അങ്ങ് പഠിക്കും, അത്രേ ഉള്ളൂ. അല്ല ഞാനതിനകത്ത് എടി പഠിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും. ആണോ മോളെ? സത്യം പറയൂ, അച്ഛൻ ഇപ്പം ഇത്രയും മോളെ നീ പഠിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാനങ്ങനെ ചോദിക്കാറില്ല. കാര്യം അത് എൻ്റെ ഒരു ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ എനിക്കിങ്ങനെ ഈ ഔപചാരികമായ വിദ്യാഭ്യാസത്തോട് തന്നെ എനിക്ക് വലിയ മതിപ്പുള്ള ഒരാളല്ല ഞാൻ. കാരണം ഇതൊക്കെ കുട്ടികൾ ജീവിതത്തിൽ നിന്ന് തന്നെ കുറേ പഠിക്കും, അനുഭവങ്ങളിൽ നിന്ന് കുറേ പഠിക്കും, നമ്മുടെ ചുറ്റും പ്രകൃതിയിൽ നിന്ന് അവർ ഒരുപാട് നിരീക്ഷിച്ച് പഠിക്കും. അങ്ങനെയൊക്കെ സ്കൂളിൽ ചെന്നും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ ഒരു ലോകത്ത് ഇതിനോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടി എല്ലാ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഉള്ളൊരു കഴിവും അതിനുള്ള അറിവും ഒക്കെ വേണം. അത് പിന്നെ എല്ലാത്തിലും ഉപരി ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവമുണ്ട്. മോക്ക് പരീക്ഷ വരുമ്പോഴേ അച്ഛൻ ഈ പറഞ്ഞ പോലെ ടെൻഷൻ അച്ഛനാണോ മോക്കാണോ? ശരിക്കും ഞാനാണ് പഠിക്കണം എന്നൊക്കെ അവളോട് പറയുന്നത്. അപ്പൊ എന്നോട് പറയും ഇങ്ങോട്ട് അവളെ അങ്ങനെ ഫോഴ്സ് ചെയ്യണ്ട, അവൾക്ക് അറിയാവുന്നത് എഴുതിയാൽ മതി, അത്രയും മതി. നീ പരീക്ഷയ്ക്ക് പാസ്സായില്ലെങ്കിലും തോറ്റാനൊന്നും എനിക്ക് ഒരു വിഷമമില്ല ഞാൻ പറയാം. അങ്ങനെ ഞാൻ പറയാറില്ല. എന്നോ ഒരു ഇല്ല, അപ്പൊ ഞാൻ പറയും പേരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് വരുമ്പോ ഞാൻ പോകില്ല, പപ്പ വരണം. അത് വരുമോ? ഇല്ല, അത് നടക്കാറേ ഇല്ല. അത് ഒരപ്പന്മാരും വരികയല്ല, ഞാനിതേ ഉൾപ്പെടെ പറയുക. അത്യാവശ്യം കുഴപ്പമില്ല പഠിക്കും, അതുകൊണ്ട് അപ്പന് അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ. ഇനിയിപ്പോ ഈ ഷോ വന്നു കഴിയുമ്പോ ടീച്ചേഴ്സിന് നല്ല ഉറപ്പാവും ഇങ്ങനെയാണ് പപ്പ മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഒരു ജാമ്യായില്ലേ? കണ്ടോ ഞാൻ ഇത്രയും സാധിച്ചെടുത്തേ. മോക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചിക്കൻ ബിരിയാണി ഇഷ്ടാനാ? അമ്മ എപ്പോഴും വീട്ടിലുണ്ടാക്കോ? അമ്മ എന്നും വീട്ടിലുണ്ടാക്കില്ല, ചിലപ്പോ സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ടാക്കും, ഹോളിഡേസിലൊക്കെ. അത് ശരി, ഹോളിഡേസ് അല്ലേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ കാര്യമായിട്ട് ആസ്വദിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ ഉണ്ടാക്കി തരാറുള്ളൂ. എന്നതാ അമ്മേ ചിലപ്പോ ഒക്കെ ഉണ്ടാക്കുന്നത്? മിക്ക ദിവസവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടായോ? അല്ല, എല്ലാ ദിവസവും നമ്മൾ ഈ ചിക്കൻ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നല്ല ചിക്കൻ ഒന്നും കിട്ടുന്നില്ല. ഹോർമോൺ. ഓ കൊച്ചിന് എന്നാ ഹോർമോൺ ആയതുകൊണ്ട് ഹോളിഡേസ് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് അവർക്ക്, ഒരു ഭയങ്കര ഒരു വീക്ക്നെസ് ആണ് അവർക്ക്. എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നേക്കാൾ വീട്ടിൽ നിൽക്കുക. അതെ, അത് എല്ലാ പിള്ളേർക്കും. അപ്പോൾ അന്ന് എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ അവളുടെ ചെറിയൊരു കോമഡി ഉണ്ട് അവളുടെ. അതായത് വീട്ടിൽ നമ്മൾ കുറച്ച് മുകളിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കുറച്ചൊരു കടന്നിൽ കൂട് വെച്ച്. അപ്പോൾ കുറേ കടന്നിലുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം അടുത്ത് പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കടന്നിലിനെ പോയിട്ട് ഒരു പേപ്പർ കത്തിച്ചിട്ട് ഇങ്ങനെ കത്തിച്ചളയാം. ഒരു കുറേ ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ കുട്ടിയില്ല, അവൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉപദ്രവിക്കുമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു ടെൻഷനാണ്. അങ്ങനെ ഞാൻ ഇവിടെ താഴെ നിന്നിട്ട് എന്നെ എല്ലാം ഹെൽപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ മുകളിൽ ചെന്നിട്ട് തീ കത്തിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഈ കൂട്ടിനകത്ത് കടന്നിലൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ കൂട്ടിനകത്ത് ഒന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, എല്ലാ കടന്നിലും കൂട്ടിലുള്ളപ്പോൾ നമുക്ക് കത്തിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഒരു സൺഡേ കത്തിക്കാന്ന്, അന്ന് ഹോളിഡേ അല്ലേ. അല്ല അവള് കുഞ്ഞായിരുന്നപ്പോൾ അവള് പറഞ്ഞതാണ്
സൺഡേ അന്ന് ഹോളിഡേ അല്ലേ, അപ്പോൾ എല്ലാ കടന്നിലും അപ്പൊ വീട്ടിലുണ്ടാവും. മിക്ക കുട്ടികളുടെ സൈക്കോളജി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാണുമായിരിക്കും. അപ്പോൾ അത് നമുക്കൊരു സൺഡേ ഹോളിഡേ.